പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴ് തലവേദന, മക്കളെ, തലവേദനയ്ക്ക് വേദന ഉള്ളവർ, അതിൻ്റെ പേര് കണ്ണിന് അകത്ത് ഭയങ്കരമായ കണ്ണിനെ ഇങ്ങനെ കുത്തിത്തിരിക്കുന്ന പോലെ കഴപ്പ് തോന്നുന്നവരുണ്ട്. പ്രത്യേകിച്ച് വലത് കണ്ണിന് കർത്താവ് ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. കർത്താവേ, അന്ധന് കാഴ്ച നൽകുവനെ, കണ്ണുകളെ സുഖപ്പെടുത്തണമേ, ചെവികളെ സുഖപ്പെടുത്തണമേ, തൈലരോഗങ്ങൾ, ടോൺസൈൽ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, ശിരസിനുള്ളിലെ രോഗങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മക്കളെ, മുന്തിരിക്കൊല പോലെ എന്നാ ഒരു ഗ്രന്ഥിയുണ്ട്. മുന്തിരിക്കൊല പോലുള്ള ചില അവയവങ്ങളകത്ത് രോഗമായിട്ടും വരും, അവർ മുന്തിരിക്കൊലയും തന്നെ പറയുകയും ചെയ്യും. പക്ഷെ ചില ഗ്രന്ഥികളും ആ രൂപത്തിൽ തന്നെ ഇങ്ങനെ മിണഞ്ഞ് ചെറിയ കുരുക്കളൊക്കെ പോലെ കിടക്കും. ഈ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. മരുന്ന് കിട്ടാതെ വിശ്രമിക്കുന്ന രോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു. മുന്തിരിക്കുല പോലെ ശരീരത്തിലെ ഗ്രന്ഥി വളർന്ന് കർത്താവെ ദുരിതം അനുഭവിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. അതുപോലെ തന്നെ നമ്മുടെ അച്ഛന് നെഞ്ചും പൂട്ടില്ലേ, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആ നെഞ്ചിൻ്റെ കൂടിൻ്റെ ആ നടുക്കുള്ള ഭാഗങ്ങൾ, അവിടെ കൈകൾ വെച്ച് നമുക്ക് സ്തുതിക്കണം. അത് മൂലമുണ്ടാകുന്ന അകത്തുള്ള കരൾ, അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾ, ഹൃദയങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കരൾ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ഓ ദിവ്യ ഈശോയെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിക്കാൻ മാരക രോഗങ്ങള് യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങള്, കർത്താവേ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, ഹൃദയവാൽവിന്റെ തകരാറ്, ഹൃദയത്തിൽ തകരാറുള്ളവര്, നെഞ്ചുംകൂട് ഭാരം അനുഭവിക്കുന്നവര്, ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാകും. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗികളെയും അസ്ഥി രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. നമുക്ക് ഈശോനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. വാതരോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ.
കർത്താവേ 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 അസ്ഥിരോഗികള് അസ്ഥിരോഗികളെ പേശി മരവിപ്പുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ സാക്ഷ്യം പറയാൻ അടയാളം നൽകണമേ യേശുവിന്റെ നാമത്തില് മാറിയ രോഗങ്ങള് തീരവേദികള് മാറിപ്പോകട്ടെ. കരങ്ങളുയർത്തി കർത്താവേ വാദസംബന്ധമായ രോഗങ്ങള് ആമവാദമുള്ളവരെ സൗഖ്യപ്പെടുത്തുന്ന ഓർത്ത് ഈശോയുടെ രോഗങ്ങള് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ കഴുകണമേ, വിശ്വാസത്തോടെ തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം, യേശുവിന്റെ എല്ലാവരും വിശ്വാസത്തോടെ യേശുവിൻ തിരുരക്തം, ആമേൻ ആമേൻ ആമേൻ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ നടക്കുന്ന കാലമാണ്. പല മാതാപിതാക്കന്മാർക്കും പണമില്ലാതെയും പഠിപ്പിക്കാൻ എന്ത് പഠിപ്പിക്കണമെന്ന് അറിയാൻ പാടില്ലാതെയും കുഞ്ഞുങ്ങൾക്ക് തന്നെയും എന്ത് ഓപ്ഷൻ എടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബൗദ്ധികവും സാമ്പത്തികമായ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതികടെ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കണമേ, വിഷയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അഡ്മിഷൻ കിട്ടാത്ത മക്കള്, അലോട്ട്മെന്റിൽ പേര് വരാത്ത മക്കള്, കർത്താവേ ആഗ്രഹിച്ച സബ്ജക്റ്റ് കിട്ടാത്ത മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനേജ്മെന്റില് സെലക്ഷന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ചില സമയത്ത് നെഞ്ചിങ്ങനെ പൊട്ടി പിളർന്ന് വരണം പോലെ തോന്നാം. തോന്നൽ തന്നെ അല്ല, അത് ശരിക്കും ഇങ്ങനെ ഗ്യാസ് അടിച്ച് കയറിയിട്ടുണ്ടാകുന്ന തലപ്പോച്ചിനും ചില ബോധക്കേടും ഉണ്ടാകും. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. Praise the Lord. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, കൂടെ കൂടെ അബോർഷൻ സംഭവിച്ചുകൊണ്ട് പോകുന്നവർ, അങ്ങനെ പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലം ഇല്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി ലഭിക്കുന്നതിന് ആവശ്യമായ പരീക്ഷകൾ ടെസ്റ്റുകളെല്ലാം നിശ്ചയിച്ചിട്ടിരിക്കുന്നവർ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ പരിശുദ്ധ കുർബാനയില് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു. ഈശോ, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയുമായി അമ്മ പ്രത്യക്ഷപ്പെട്ട അത്താറിൽ കയറി ഈശോയെ മഹത്വപ്പെടുത്താൻ വൈവാഹ തടസ്സങ്ങള്, മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ഈശോയുടെ നാമത്തില് തടസ്സങ്ങള് മാറിപ്പോടെ. ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡിട്ട് പരാജയപ്പെട്ടിട്ടുള്ള മക്കള്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, ഫ്രീ വിസയിൽ വിദേശത്ത് പോയി ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കള്, അഭിഷേകമേ ഫലങ്ങൾ വീശി വീശണമേ, വീശണമേ എല്ലാവരും അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കടകമ്പോളങ്ങൾ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ല, വരുമാന മാർഗമില്ല, ഉള്ളത് അടഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ, അപേക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ ടെസ്റ്റുകൾ, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നന്നായി പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മത്സര പരീക്ഷകളും യോഗ്യതാ പരീക്ഷകളുടെയും സാമ്പത്തിക കടമുള്ളവരെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വരുമാന മാർഗമില്ലാത്തവര്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, അതിനുവേണ്ടി പഠിക്കുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റ് അഭിമുഖീകരിക്കുന്നവര്, ഈശോ സ്പർശിക കർത്താവേ, എല്ലാ ദുരിതങ്ങൾ, തടസ്സങ്ങള് യേശു നാമത്തിൽ മാറിപ്പോണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം ചെല്ലേ. ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തുതിക്കണം. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, മരിച്ചവനെ ഉയർപ്പിച്ച ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, വിദൂരങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവര്, ജീവിത വിഷമത്തിൽ കഴിയുന്നവര്, സോറിയാസിസ് മൂലം വിഷമത്തിൽ കഴിയുന്നവര് എല്ലാവരെയും സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കുവാനും അമ്മയുടെ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുവാനും അവസരം ലഭിച്ച നല്ല നിമിഷത്തെ ഓർത്ത് അമ്മയ്ക്ക് 1000 സ്തുതികൾ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഡാലിയ ജോസ്. ഞാൻ ചെറുവാണ്ടൂർ ഇടവകാംഗമാണ്, ഏറ്റുമാനൂർ. വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്, ഇപ്പോൾ അവധിക്ക് വന്നിരിക്കുകയാണ്. ഞാൻ 2019 കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. 5 പ്രാവശ്യം പുതുക്കി. അത് കഴിഞ്ഞ് മാതാവിൻ്റെ വിശുദ്ധമായ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും വീണ്ടും ഉടമ്പടി പുതുതായിട്ട് എടുക്കുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2024 വീണ്ടും ഉടമ്പടി എടുക്കുകയും ഇന്ന് രണ്ടാമതായി പുതുക്കുവാനായി ഇവിടെ വരുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 സ്തുതി. അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഓരോ നിമിഷവും നമ്മളിലുണ്ടാവുന്ന ഭയവും ആ വ്യാകുലതകളും എന്നിൽ നിന്ന് അമ്മ എടുത്തു മാറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ആദ്യമായി എൻ്റെ സാക്ഷ്യത്തിൽ ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്കൊരു പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് അവസരം ലഭിച്ചിരുന്നു, അമ്മയുടെ മുമ്പിൽ നിന്ന്, ഇതേ സ്റ്റേജിൽ നിന്ന്. അത് കഴിഞ്ഞ് രണ്ടാമതായി അമ്മയുടെ സന്നിധിയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്ക് വീണ്ടും നന്ദി. ആദ്യ സാക്ഷ്യം, ഞങ്ങൾ കേരളത്തിൽ ഒരു ഭവനം പണിയുവാനായിട്ട് അതിയായി ആഗ്രഹിച്ചു.
പക്ഷെ പല പ്രാവശ്യം ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് അതൊന്നും നടന്നില്ല. 2021 ഞങ്ങൾ ഭവനത്തിനായി ആരംഭിച്ച് സ്ഥാനം കണ്ടു, തറയിട്ട് കഴിഞ്ഞാൽ അതോടെ അവിടെ കുറച്ച് നാൾ കിടന്ന് അത് നന്നായിട്ട് ഉറയ്ക്കട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളുടെ പണി തുടങ്ങിയത്. പക്ഷെ അമ്മയോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിനായി നമ്മുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ പോലും എടുക്കാനില്ലാതെയാണ് ഞങ്ങൾ ആ പണി ആരംഭിച്ചത്. അമ്മ ചോദിക്കുന്നവരിൽ നിന്ന് നമുക്ക് അത് കടമായി തരുവാനും ലോണും നമുക്ക് കൃത്യമായി അറേഞ്ച് ചെയ്ത് തരുവാനും അതുകൂടാതെ നമ്മളുടെ ചിട്ടികളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ സമയത്തിന് ഓരോ പൈസയും തീരുന്ന സമയത്ത് അടുത്ത് ക്രമപ്പെടുത്തി തരുവാനുമുള്ള കൃപ ലഭിച്ചു. അതിനായി ഞാൻ ഉപയോഗിച്ചത് അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും തിരിയുമാണ്. നമ്മുടെ തറയിൽ സ്ഥാനമിടുന്ന സമയത്ത് അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ് അവിടെ കൊണ്ട് ഇടുവാനും തറയിലും കട്ടിളയുടെ അടിയിലും അമ്മയുടെ കാഷ്ടവും വെച്ച് കട്ടിള വയ്ക്കുവാനും തിരി അവിടെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുവാനും ഞാൻ മറന്നില്ല. അമ്മയെ നിരന്തരമായി വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ കിണറിന് സ്ഥാനം കണ്ടെങ്കിലും 14 കോല് താഴാതെ വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് 9 കോല് താന്നപ്പോഴത്തേക്കും വെള്ളം കാണുവാൻ തുടങ്ങി. അവസാനം ഞങ്ങൾ 12 കോല് വരെ താത്തു. പക്ഷെ ലാസ്റ്റിലാണ് നമുക്ക് കുറച്ച് പാറ കിട്ടിയത്. ബാക്കിയെല്ലാം നല്ല വെട്ടുകല്ലോടുകൂടി അത് തീർത്ത് കിട്ടുവാനുള്ള കൃപയും മാതാവ് തരപ്പെടുത്തി തന്നു. അവിടെയും അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തിരിയും കത്തിച്ച് വെച്ച് ഞാൻ കിണറിൻ്റെ സ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടാമതായി എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഹസ്ബൻഡ് നാട്ടിൽ വരികയും ഹസ്ബൻഡ് കോട്ടയത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹസ്ബൻഡ് KSRTC ബസ്സുമായി വണ്ടി ഇടിക്കുകയും ചെയ്തു. വണ്ടിയുടെ 2 സൈഡും മൊത്തം പോയി. വണ്ടി ശരിക്കും ഇപ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ്. പക്ഷെ ഹസ്ബൻഡിന് മാതാവിൻ്റെ കൃപയാൽ അമ്മയുടെ ഭയങ്കരമായ അനുഗ്രഹത്താൽ ദേഹത്ത് കുറേ കുപ്പിച്ചില്ലുകൾ വീണുള്ള കീറലുകളും തലയിലും കുറച്ച് കീറലുകളും കൈയൊന്ന് ചെറുതായിട്ട് ഇടിച്ച് കൈയുടെ വേദനയുമല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അമ്മയുടെ കരങ്ങളിൽ, അമ്മയുടെ ചിറകുകളിൽ, അമ്മയുടെ നീല അങ്കിയിൽ പൊതിഞ്ഞു നിർത്തി എന്ന് വേണം പറയുവാനായിട്ട്. ഇന്ന് ഹസ്ബൻഡ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് കഴിഞ്ഞ് ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, എക്സ്റേ ഒക്കെ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, തിരിച്ചു വിട്ടു, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയില്ല. ആ സമയത്ത് എൻ്റെ നീസ് ഇവിടെ ഉടമ്പടി എടുക്കുവാനായി വന്നിരുന്നു. അന്ന് നീസ് ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. ആ നീസ് ഇവിടെ ഉണ്ടായിരുന്നതിനാൽ ചൊവ്വാഴ്ച ആയിരുന്നതിനാലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലും പ്രാർത്ഥനയിലുമായിരുന്നു. 2 മണി സമയത്തായിരുന്നു. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അന്നേ ദിവസം വൈകുന്നേരമായപ്പോഴാണ് ചെറുതായിട്ട് എന്തോ പറ്റി എന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇത്രയും കൂടുതലായി അപകടം പറ്റിയെന്നും വണ്ടിക്കും ഇത്രയും പറ്റിയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അറിഞ്ഞും പിന്നെ ആ വണ്ടിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മാതാവിൻ്റെ കരസ്പർശനം, മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ബലം, മാതാവിൻ്റെ ആ സംരക്ഷണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങളുടെ വണ്ടിയിലും ഞങ്ങളുടെ വീട്ടിലും എല്ലാം കൃപാസന മാതാവിൻ്റെ വണ്ടിയിലാണെങ്കിലും കൃപാസന മാതാവിൻ്റെ കൊന്തയും കൃപാസന മാതാവിൻ്റെ ടാഗും എല്ലാം ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ആ ഒരു സംരക്ഷണവും പിന്നെ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ അതിൽ പ്രാർത്ഥിക്കാതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓണാക്കി ഓടിക്കാറില്ല, ഞാനോ ഹസ്ബൻഡോ. അതിൻ്റെ എല്ലാം കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മൂന്നാമതായി, എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ മോൾക്ക് ഓവറിയിൽ ക്യാൻസറായിരുന്നു. അതറിഞ്ഞ സമയം തൊട്ട് കൂട്ടുകാരി ഭയങ്കരമായി വിഷമിക്കുകയും എന്നോട് വന്ന് പറയുകയും ചെയ്തു. അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വയറ് വീർത്തു വരുന്നു എന്നുള്ള ഒരു കേസിലാണ്. ഞങ്ങൾ അന്ന് തൊട്ട് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും മോൾക്ക് ഞാൻ അമ്മയുടെ കൊന്ത കൊടുക്കുകയും അമ്മയുടെ കാശ്യവും കൊടുക്കുകയും അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തൈലം തേച്ച് പ്രാർത്ഥിച്ചു, ഉപ്പ് കൊടുത്ത് തിരിയും കൊടുത്ത് മോളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ മകൾ ആ കൊന്ത കയ്യിൽ നിന്ന് വെക്കാതെ അമ്മയുടെ ബലം എന്താണെന്നും അമ്മയുടെ ശക്തി എന്താണെന്നും തിരിച്ചറിഞ്ഞ് കൈ കഴുകുന്ന സമയത്തല്ലാതെ എല്ലാ സമയങ്ങളിലും ആ കുട്ടിയുടെ കയ്യിൽ കൊന്തയുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇന്ന് ആ മോള് യാതൊരു കുഴപ്പമില്ലായിരിക്കുന്നു. റീഒക്കറൻസ് ഉണ്ടാകാം എന്ന് പറഞ്ഞ ഒരു ക്യാൻസറാണ്. പക്ഷെ റീഒക്കറൻസും ഉണ്ടായില്ല,
കീമോയുടെ ആവശ്യം വന്നില്ല, റേഡിയേഷൻ്റെ ആവശ്യം വന്നില്ല. എല്ലാം അമ്മയുടെ ഒരു സ്പർശനവും അമ്മയുടെ തൈലത്തിൻ്റെ അമ്മയോടുള്ള പ്രാർത്ഥനയുടെയും ബലമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. നാലാമതായി എൻ്റെ മോള് 12th എക്സാം എഴുതി കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി. മോള് പഠിക്കും എന്നിരുന്നാലും അമ്മയുടെ കൃപയും തിരുക്കുമാരൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ അവരുടെ എക്സാം ഒന്നും വിജയിക്കുകയില്ല, നല്ല മാർക്ക് കിട്ടിയില്ല. ആ സമയത്ത് നമുക്കൊന്നും എഴുതാൻ പറ്റാതെ വരുന്ന അവസ്ഥകളും പിള്ളേർ മറന്നു പോകുന്ന അവസ്ഥകൾ, സമയം കിട്ടാത്ത അവസ്ഥകൾ, ദേഹാസ്വസ്ഥ്യങ്ങൾ എല്ലാം ഉണ്ടാകാം. പക്ഷേ എപ്പോഴും എക്സാമിന് പോണ സമയത്ത് അമ്മയുടെ കാശുവും വാങ്ങിക്കുവാനും അമ്മയുടെ ഉപ്പും തൈലവും തേച്ച് പോകാനും മോള് മറക്കാറില്ല. അതിനായി മോൾ എപ്പോഴും പറയും, അമ്മയെ പ്രാർത്ഥിച്ചേ. ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയമായിരിക്കാം, എന്നാലും അമ്മയെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോകുമ്പോഴും എന്തെങ്കിലും ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് പോകുമ്പോൾ മോളും ഹസ്ബൻഡും മോനും അതിനായിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ തയ്ച്ചും കൊടുക്കാറുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതിനാൽ മോൾ നല്ല മാർക്കോടുകൂടി പാസ് ഔട്ടായി. ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജീസസ് ആൻഡ് മേരി കോളേജിൽ BCom വിദ്യാർത്ഥിയായി പഠിക്കുന്നു. 1ാം വർഷം കഴിഞ്ഞു, 2ാം വർഷത്തിലേക്ക് അടുത്ത മാസം കയറും. മൂന്നാമതായി എൻ്റെ മോന് 3 വർഷമായി മെറൈൻ എൻജിനീയറിങ്ങിന് സെലക്ഷനായിട്ട്. അത് മോൻ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എത്രമാത്രം അവൻ അതിൽ ശോഭിക്കും എന്ന്. അത് എന്താണേലും മോൻ എടുത്ത തീരുമാനം നല്ലതായിരുന്നു. അതോടുകൂടി അമ്മയുടെ കരുണയും കൃപയും, അമ്മയുടെ തൈലവും ഉപ്പും മോൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്, അമ്മയുടെ രൂപവും. അത് വെച്ചെന്നും പ്രാർത്ഥിച്ച് പോകുന്നതിനാൽ 3 വർഷം പൂർണ്ണമായും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മോന് സാധിച്ചു. മോൻ ഇന്ന് അതിൽ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകുന്നു. അതുകൂടാതെ മോന് ക്യാമ്പസ് സെലക്ഷൻ വന്നപ്പോൾ നല്ലൊരു ഇറ്റാലിയൻ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിന് പ്ലേസ്മെൻ്റ് ആവുകയും ഇനി 1 വർഷത്തെ പഠനം കൂടി കഴിഞ്ഞാൽ അമ്മയുടെ കൃപയാൽ ഇൻറ്റേൺഷിപ്പിലേക്ക് കയറുവാൻ സാധിക്കുകയും ചെയ്യും. 5ാമതായി എൻ്റെ അമ്മയുടെ അമ്മ ഉടമ്പടി എടുത്ത ആളാണ്. പക്ഷേ അമ്മയുടെ മുമ്പോട്ട് പോകുന്നത് കാരണവും കാലിൻ്റെ ബുദ്ധിമുട്ടും കാരണം പിന്നീട് അമ്മയ്ക്ക് ഉടമ്പടി പുതുക്കുവാൻ പറ്റിയില്ല. അമ്മയ്ക്ക് എപ്പോഴും വിഷമമാണ് അത് പറഞ്ഞ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ വരുമ്പോഴും അമ്മ വരും, ഇന്നും വന്നിട്ടുണ്ട്. അമ്മയുടെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് നിലം പോലെയാണ്. എപ്പോഴും വേരിക്കോസ് വെയിനായിട്ട് അമ്മ 1 വർഷത്തിൽ ചിലപ്പോൾ 3 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഡ്രസ്സിങ് ചെയ്യും, കാലിൽ താത്തി വെച്ച് പിന്നെ നടക്കും, പിന്നെയും അത് പൊട്ടിയതാണ് തന്നെ വീണ്ടും ഊണ്ടായിട്ട് നടക്കും. പക്ഷേ അമ്മയുടെ കാല് ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞ മാർച്ചിൽ അഡ്മിറ്റ് ആയതാണ്. 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് ഇന്ന് വരെ മാതാവിൻ്റെ കൃപയാൽ അമ്മ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കും. രാവിലെയും വൈകുന്നേരവും ഉടമ്പടി പ്രാർത്ഥന പപ്പയും അമ്മയും കൂടെ ചെല്ലും. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇന്ന് ആ കാല് ഒരു പൂർണ്ണ സൗഖ്യത്തിലിരിക്കുകയാണ്. അത്യാവശ്യം വടി പിടിച്ചാണെങ്കിലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അമ്മ പക്ഷേ കുമ്പസാരിക്കാൻ പോയതാണ്, അതുകൊണ്ടാണ് അമ്മ സ്റ്റേജിൽ വരാത്തത്, മറ്റൊന്നുമല്ല. അടുത്തതായി സാക്ഷ്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പോകുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു കൃപയും അനുഗ്രഹവും വേണം. നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റും കുറവുകളും കണ്ടുപിടിക്കാനും അതിനെ വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ എപ്പോഴും വേദനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് പക്ഷേ മാതാവിനോട് ചേർന്ന് നിന്ന് മാതാവിൻ്റെ പ്രാർത്ഥനയിലായിരിക്കുന്നതിനാൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതിനോട് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അപ്പോൾ ഞാൻ അതിനായിട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന് സമർപ്പിക്കും. പക്ഷേ പഴയതിലും നന്നായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരോടും കൂടി അവരും എന്നോട് കൂടി സന്തോഷമായി ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇത്രയുമൊക്കെയാണ് സാക്ഷ്യങ്ങൾ. ഇതുകൂടാതെ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇവിടുന്ന് തന്നെ ഇറങ്ങുമ്പോഴേ കൊടുക്കുവാൻ തുടങ്ങും. അത് കുറച്ച് നാട്ടിൽ കൊടുക്കും, ബാക്കി അവിടെ ഡൽഹിയിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കും. വാങ്ങിക്കുന്ന പത്രങ്ങൾ നമ്മുടെ മലയാളം വാങ്ങിക്കും, ഹിന്ദി, ഇംഗ്ലീഷ്. ഹിന്ദിക്കാർക്കും അക്രൈസ്തവർക്കും അവിടെയുള്ളവർക്കും മാതാവിനെ പറ്റി പറഞ്ഞ് നമ്മൾ മാതാവിനെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി തൈലം, ഉപ്പ്, കാശുവം, കൊന്ത, ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. മാതാവിനെ കൂടുതൽ അറിയുവാനും, കാരണം ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ അയ്യോ ഇതെന്താ, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അത് ആ വിശ്വാസത്തിലോട്ട് വരുവാനും അത് വാങ്ങിക്കാനും ഒരു മടി കാണിക്കും. പക്ഷെ മാതാവിൻ്റെ കാശുവും
കൊന്തയും ഒക്കെ കൊടുക്കുമ്പോൾ അത് സന്തോഷത്തോടെ വാങ്ങിക്കുവാനും അവരുടെ മുഖത്ത് ഒരു പ്രസരിപ്പും ഒരു ഉന്മേഷവും വരുന്നു. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിൽ അവർ വീണ്ടും മാതാവിനോട് അടുക്കുന്നു. അതെനിക്ക് പൂർണ്ണമായും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ പുസ്തകങ്ങൾ, അത് കോപ്പികൾ ഉണ്ടാക്കി എൻ്റെ നീസ് കൊടുക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും വാങ്ങിച്ച് ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് വാങ്ങിച്ച് കൂട്ടുകാർക്കും മറ്റുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന, ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ വരുന്ന ഇഷ്ടംപോലെ രോഗികളുണ്ട്. ആരുമില്ലാത്തവരും തീർത്ത് പാവപ്പെട്ടവരും ചിലപ്പം വന്ന ആ തുണിയിൽ തന്നെ പിന്നെ ആരും തിരിഞ്ഞു നോക്കാത്തവരുമായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ള വസ്ത്രങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർക്ക് വസ്ത്രങ്ങൾ ഇടിയിച്ചും കൊടുക്കാനും വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുവാനും അങ്ങനെ അവരെ ഒരു നല്ല വ്യക്തിയാക്കി, ഒരു മനുഷ്യനാക്കി, ചിലപ്പോൾ അവർ വരുന്ന വളരെ വൃത്തിഹീനമായിട്ടായിരിക്കും, ഒരു നല്ല മനുഷ്യനാക്കി പുറത്തേക്ക് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനായിട്ട് ഏറെ കഷ്ടപ്പെടാറുണ്ട്. പിന്നെ മറ്റുള്ളവരിൽ എന്താണോ ഒരു ബുദ്ധിമുട്ടുകൾ കാണുന്നത് അവിടെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും മറക്കാറില്ല. ഇത്രയുമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഏക്കണം, 5:30 മുമ്പേ റെഡിയായി നമ്മളുടെ പ്രാർത്ഥന കൂടണം, അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരണം എന്നുള്ളത് ഭയങ്കരമായി തീക്ഷ്ണമായ ഒരു ആഗ്രഹമാണ്. അത് നമ്മൾ ഷെയർ ചെയ്യാനും മടക്കാറില്ല. ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഉപവസിക്കാനായിട്ട് ചിലപ്പം ചൊവ്വാഴ്ചകളിൽ പറ്റിയില്ലെങ്കിലും എന്നാണോ അവധിയുള്ളത് അന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അതിനു മുമ്പ് ഞാൻ ഉപവസിച്ചുകൊണ്ടിരുന്നതാണ്. കോവിഡൊക്കെ വന്നേ പിന്നെ ഈ രോഗങ്ങളും ഇൻഫെക്ഷനും ഒക്കെ ഓർത്തിട്ടാണ്. ചൊവ്വാഴ്ചകളിൽ മിക്കവാറും ജോലിയായിരിക്കും, ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തെ മാറ്റിവെച്ച് മറ്റൊരു ദിവസത്തേക്കാക്കി ചെയ്യുന്നത്. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ തേച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലായിട്ട് ബൈബിൾ വായിക്കുവാനും വചനങ്ങളെ മനസ്സിലാക്കുവാനും ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണതയിലേക്ക് വരുവാനും സാധിച്ചു. അതുകൂടാതെ എന്നും ദീപബലിയിൽ പോകാൻ സാധിക്കാറില്ല. പക്ഷെ ഓൺലൈനായി എന്നും കുർബാന കാണാനായിട്ട് ഒരിക്കലും മുടക്കാറില്ല. എന്നേലും ഒരു ദിവസം പകുതി കണ്ട് മുടങ്ങി അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെയും കൂടെ ഞാൻ പിറ്റേ ദിവസം കാണും, 2 കുർബാന കാണും. അങ്ങനെ മാതാവിനോടും തിരുക്കുമാരനോടും അടുപ്പിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വലിയൊരു കൃപ എനിക്കും എൻ്റെ കുടുംബത്തിനും പറ്റി. പിന്നെ കുടുംബ പ്രാർത്ഥനകൾ എന്നും ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ എല്ലാവരുടെയും ജോലി സാധ്യത വെച്ച് നടക്കാറില്ല. എന്നാലും ഞാൻ ഒറ്റയ്ക്കാണേലും കൊന്തകൾ എന്നും ചെല്ലുവാൻ ചെയ്യുന്നുണ്ട്. എന്നാലും 1-2 ദിവസമൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ജീവിതത്തിൽ വേറൊരു സാക്ഷ്യം പറയാൻ എനിക്കുള്ളത്, 8-9 വർഷമായിട്ട് എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ അല്ലെങ്കിൽ ഇടസമയങ്ങളിൽ ഞാൻ കുനിയുമ്പോൾ നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് ആയിട്ട് എൻ്റെ മൂക്കിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകും. നമ്മൾ എന്താ പറയണ്ടേ, പൈപ്പ് തുറന്ന പോലെ. അത് ഞാൻ പെട്ടെന്ന് തിരിയുമ്പം അകത്തേക്ക് വന്ന് നമ്മുടെ വായിലേക്ക് ഇച്ചിരി വരും. പക്ഷെ ചില സമയം അത് പല കളറിൽ, ചിലപ്പം പച്ചയായിരിക്കും, ചിലപ്പോൾ അത് ഇച്ചിരി ഇൻഫെക്റ്റഡ് മഞ്ഞയായിരിക്കും, ചില സമയം ഇച്ചിരി റെഡിഷ് ആയിരിക്കും. അങ്ങനെ അതോടുകൂടി എനിക്ക് നല്ല തലവേദനയും വരാറുണ്ടായിരുന്നു. അതെനിക്കൊരു 3-4 വർഷമായിട്ടില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഞാനത് പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഇന്നാണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് 3 ദിവസമായിട്ട് ഞാൻ സാക്ഷ്യം പറയാത്തതുകൊണ്ടായിരിക്കും വീണ്ടും എന്നിൽ അത് വരുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഞാൻ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ മുമ്പിൽ ഈ സാക്ഷ്യം ഞാൻ വെളിപ്പെടുത്തും എന്ന്. അത് ഇന്നലെ തൊട്ട് എനിക്ക് ഇന്ന് വരെ അതില്ല. ഇനി അമ്മ അത് തരികയില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മയും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. അമ്മ നമ്മുടെ ജീവിതത്തെ പളുങ്കുപാത്രം പോലെ മിനുക്കി വെളുപ്പിച്ച് മനോഹരമാക്കുകയാണ്. അതിൽ മുമ്പോട്ട് പോകുവാനും ജീവിക്കുവാനും വീണ്ടും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.